പ്രിയപ്പെട്ടവരെ, ലോകചരിത്രം കണ്ട അതുല്യവും അത്ഭുതാവഹവുമായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാചരണത്തിലാണ് നാം. ഒരു രാത്രിയിൽ മിശിഹാ തമ്പുരാൻ, മനുഷ്യാവതാരമെടുത്ത ദൈവപുത്രൻ, ജെറുസലേമിലെ സെഹിയോനൂട്ടുശാലയിൽ അപ്പവും വീഞ്ഞുമെടുത്ത്, ഇത് എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ട് സുനിശ്ചിതമായ മരണത്തിലേക്ക് നടക്കുന്ന അപൂർവമായ, അത്യുദാത്തമായ, അതുല്യമായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാചരണമാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുമ്പ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ശേഷവും നടന്നിട്ടില്ല. ലോകാവസാനത്തോളം ഇങ്ങനെയൊരു സംഭവം നടക്കില്ല. അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞ് ആ തരത്തിൽ തൻ്റെ ശരീരവും രക്തവും ലോകത്തിനു വേണ്ടി പകുത്തു നൽകിയതിനു ശേഷം മരണത്തെ പുൽകുന്ന ദിവ്യനാഥൻ, ഈ ലോകം കണ്ട ഏറ്റവും മഹാനായ ഗുരു ഈശോ തമ്പുരാൻ, മിശിഹാ തമ്പുരാൻ്റെ ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഓർമ്മയാചരണമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൻ്റെ 2-3 ചിന്തകളിലേക്ക് വരാം. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഈശോ തൻ്റെ ശരീരവും രക്തവും ഉയർത്തിക്കൊണ്ട് പറഞ്ഞ ഇതാണ്: ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഇതാണ്: എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം മഹത്തരമാകുന്നത് എത്രമാത്രം നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നുവെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ എത്രമാത്രം നിസ്വാർത്ഥമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ആരും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി തന്നെ മരിക്കുന്നില്ല. നാം ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അത് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈശോ ഈ ലോകത്തിനു വേണ്ടി തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, അത് പിന്നീട് ഈ ഒരു ചരിത്രം പിന്നീട് ആ തരത്തിൽ ആർക്കും ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല. അത് ഈശോയുടെ ഈ തന്നെ അർപ്പിച്ചുകൊണ്ടുള്ള ഈ അന്ത്യത്താഴവും അതിനുശേഷമുള്ള ക്രൂശീകരണവും അത് ഒരിക്കലും ചരിത്രത്തിൽ മുമ്പോ പിന്നോ നടക്കാത്തതാണ്. പക്ഷെ അതിൻ്റെ അനുകരണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ആത്മസമർപ്പണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ലോകത്തിലെ അനേകരെ രക്ഷിച്ചെടുത്തത്. ഞാൻ ഓർക്കുന്നത്, ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ചെന്ന് ഒരു ഒപ്പീസിനെ സംബന്ധിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരു കല്ലറ ഞാൻ കാണുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു കേരള ശ്രീമാൻ. ഞാൻ നോക്കുമ്പോൾ അത് PK വിനീതയാണ്. 2011 കൽക്കട്ടയിലെ അംറി ഹോസ്പിറ്റലിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആ തീയുടെ പുകയ്ക്കുള്ളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അവിടെ തങ്ങൾക്ക് കാവലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ രോഗികളായിട്ടുള്ള ആളുകൾ ഈ പുകയിൽ കിടന്ന് മരിക്കുന്ന ആശങ്കയിൽ തിരിഞ്ഞു എന്നിട്ട് 8ഓളം രോഗികളെ രക്ഷപ്പെടുത്തി അതിൻ്റെ ഇടയ്ക്ക് ഈ പുക കൂടി ആ പുകയ്ക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചുപോയ ഒരു 23 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടി PK വിനീത. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് അമേരിക്കയിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, ഒരു മെത്രാന്റെ ശവകുടീരമാണ്. അതിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഇഫ് യു വാണ്ട് ടു സീ ഹൂ ഹീ ഈസ്, ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ പ്ലീസ് ലുക്ക് അറൗണ്ട്, ചുറ്റുപാടും നോക്കുക. ആളുകൾ ചുറ്റുപാടും നോക്കുമ്പോൾ ചുറ്റും വലിയ ഹോസ്പിറ്റലുകൾ, വലിയ സ്കൂളുകൾ, വലിയ പൂന്തോട്ടങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം ഓർക്കുന്ന, 1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങിപ്പോകുന്നുണ്ടല്ലോ, വലിയ മഞ്ഞുമലയിൽ ഇടിച്ചിട്ട്. അപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. രാത്രി 2 മണിയോടുകൂടി അറ്റ്ലാന്റിക്കിൻ്റെ അഗാധതയിലേക്ക് ഈ കപ്പൽ താഴ്ന്നു പോകുമ്പോൾ -2 ഡിഗ്രിയാണ് തണുപ്പ്. ഇപ്പോൾ തോമസ് ബെയ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായ ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട്. ആ പുരോഹിതന്റെ അടുത്തേക്ക് ആളുകൾ പാഞ്ഞു വരികയാണ്. സുനിശ്ചിതമായ മരണത്തിന് മുമ്പ് തങ്ങളെ തന്നെ ഒരുക്കി നിത്യജീവനിലേക്ക് കടക്കാൻ വേണ്ടി അവിടെ വന്ന് കുമ്പസാരിക്കുകയാണ്. ഈ സമയത്ത് ഈ പുരോഹിതനോട് ചേർന്ന് 8 ഗായകരുണ്ട്, വിഖ്യാതരായ ഗായകരാണ്. ആകെ 30 ലൈഫ് ബോട്ടുകളേ ഉള്ളൂ. അതിൽ രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചില്ല. മറ്റുള്ളവർ രക്ഷപ്പെട്ടോട്ടെ. അവര് ഈ തങ്ങളുടെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ഈ കടലിന്റെ അഗാധതയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ ആ പാടിയൊരു പാട്ടുണ്ട്: ഇൻറ്റു ദീ ഓ ഗോഡ് മേ വി മേർജ്, നിന്നോടൻ ദൈവമേ
ഞാൻ ചേരട്ടെ എന്ന് പറയുന്ന ആ ഗാനം. പ്രിയപ്പെട്ടവരെ, എത്രയോ നൊമ്പരം നമ്മൾ ഈ ആ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനെ വലിഞ്ഞു കീറുന്ന രീതിയിൽ ആ മ്യൂസിക്കൊക്കെ അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവര് ഈ കടലിൻ്റെ അഗാധതയിലേക്ക് താണുപോകുന്ന ആ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വല്ലാതെ നൊമ്പരപ്പെടുകയാണ്. ഞാൻ വീണ്ടും ഓർക്കുന്നത് 2018 എന്ന് പറയുന്ന മലയാള സിനിമ, ഒരുപക്ഷെ അതിൻ്റെ സമഗ്രതയിൽ ഈ അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ചിത്രം എന്ന് പറയാവുന്ന ഒരു ചരിത്ര സംഭവത്തെ, പ്രളയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച് ജൂഡ് ആന്റണി ജോസഫിന്റെ ആ സിനിമയുടെ അവസാന രംഗം ഇതാണല്ലോ. അവിടെ ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു അന്ധനായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അയാള് വെള്ളത്തിൽ പോകുമ്പോൾ അയാളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മുകളിലേക്ക് ഉയർന്നു വരാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, ഒരു പാറയുടെ ഇടുക്കിൽ കാലുടക്കി അയാൾ മരിക്കുകയാണ്. അപ്പോൾ ഈ ജൂഡ് ആന്റണി ജോസഫ് അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, അത് വലിയ മെസ്സേജ് നൽകുന്നതാണ്. ഇങ്ങനെ ഈ ടൊവിനോ പിടഞ്ഞു മരിച്ചതിന് ശേഷം പിന്നെ കൈകൾ രണ്ടും വിടർത്തി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും. നമ്മൾ കാണുമ്പോൾ അതൊരു ക്രൂശിത രൂപം കിടക്കുന്ന രീതിയിലാണ് ജൂഡ് ആന്റണി ജോസഫ് പറയാം. മഹാത്യാഗിയായി ചരിത്രം കണ്ട, മാനവചരിത്രം കണ്ട ഏറ്റവും മഹാത്യാഗിയുടെ ആ പാതയിൽ പോകുന്ന ഒരാളായിട്ടാണ് ആ ചിത്രം. അതാണ് ആ ചിത്രത്തിൻ്റെ ഏറ്റവും അവസാന രംഗം. നമുക്ക് എഴുന്നേറ്റ് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട സിനിമ, ആബാലവൃത്തം ജനങ്ങൾ കണ്ട സിനിമ. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുക എന്നുള്ള വലിയ സന്ദേശം, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാകണം, സ്വാർത്ഥതകൾ വിട്ടുമാറുക എന്നുള്ള വലിയ സന്ദേശം അതിലടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. ഇസ്രായേലിൻ നാഥനായി ഏക ദൈവം എന്നുള്ള പാട്ടിലുണ്ടല്ലോ, വഴിയും തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ ഈ ലോകത്തിൻ്റെ എത്രയോ മൃതമായ മനസ്സുകൾക്കാണ് വിശുദ്ധ കുർബാന പുതുജീവൻ പ്രദാനം ചെയ്തത്. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് വിശ്വാസികളായ എല്ലാവരും ചിന്തിക്കുന്നതാണ്, ഏത് തരത്തിലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നുണ്ടോ? നമ്മൾ നിയോഗങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ? ഞാൻ സജീവമായി പങ്കെടുക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കണം. ഞാൻ ഓർക്കുന്ന ലിറ്റിൽ മേരിയമ്മ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി കുന്നന്താനത്ത് പ്രൊവിഡൻസ് ഹോം എന്ന് പറയുന്ന ആ ഭവനത്തിൻ്റെ സ്ഥാപകയായിട്ടുള്ള ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരാഴ്ച പോയി താമസിച്ചതാണ്. അവിടെ ചെന്ന് അവിടുത്തെ അന്തേവാസികളുടെ ഒക്കെ കൂടെ കൂടി അവരുടെ തലമുടി വെട്ടുമൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ പോരുന്ന സമയത്ത് ഈ ലിറ്റിൽ മേരിയമ്മ ഒരു വാക്യം പറയുന്നുണ്ട്. ലിറ്റിൽ മേരിയമ്മ ഞങ്ങളോട് പറഞ്ഞു, ഫാദർ, വെൻ യു pour wine into the chalice, please do remember me. നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് തിരുശരീര രക്തങ്ങളാകാൻ വേണ്ടി ഈ കാസയിൽ ഈ വീഞ്ഞൊഴിക്കുന്ന സമയത്ത് ദയവായിട്ട് എന്നെ ഓർക്കുക. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. അത് പലപ്പോഴും ചില സമയത്തൊക്കെ മറന്നു, മിക്ക സമയത്തും അത് ഓർമ്മയിൽ വരുന്നുണ്ട്. ഈ വാക്യം ഒരു വേദനയായി, അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിൻ്റെ, മറ്റുള്ളവരുടെ വേദനകൾക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമായി അത് ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ട ദിവസമാണ്. മൂന്നാമതായി പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. നോക്കൂ, എത്രയെല്ലാം സ്ഥലങ്ങളിലാണ് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ വലിയ രൂപാന്തരം സംഭവിക്കുന്നതിന് അടിസ്ഥാന കാരണക്കാരായത് പുരോഹിതന്മാരല്ലേ. ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, എന്താണ് മറ്റു മതപുരോഹിതന്മാരിൽ നിന്ന് ക്രൈസ്തവ പുരോഹിതർക്കുള്ള വ്യത്യാസം? അവിടെ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈശോ എഴുന്നേറ്റ് നിന്ന് പറയുന്നില്ലേ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനവും ബന്ധിതർക്ക് മോചനവും നൽകാൻ വേണ്ടി ഞാൻ വരുന്നു. അതായത് എല്ലാ ക്രൈസ്തവ പുരോഹിതരും സുവിശേഷം വായിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയാണ്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ മാറ്റുകയാണ്. അവിടെ ദരിദ്രരെ സഹായിക്കുകയാണ്. ആലംബഹീനരെ കൈപിടിച്ചുയർത്തുകയാണ്. ആ സേവനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സമൂഹങ്ങളിൽ ചുറ്റുപാടുകളിൽ നവോത്ഥാനം പകർന്നു നൽകിയത്. ഗവൺമെൻറ്റുകൾ പോലും കേരളത്തിൽ ഉൾപ്പെടെ മടിച്ചു നിന്നിരുന്നു. കാരണം മേൽജാതിക്കാരുടെ ആ വലിയ കാർക്കശ്യത്തിനിടയ്ക്ക് കീഴ്ജാതിക്കാരെ സഹായിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് പോലും കഴിയാതിരുന്ന ഒരു കാലത്ത് മിഷണറിമാരാണ്, ഈ ക്രൈസ്തവ പുരോഹിതന്മാരാണ് ഇതിനെല്ലാം മുൻപൈ എടുത്തത്. അതിൽപ്പെട്ടവരെ എത്രയോ പുരോഹിതരെയാണ് നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ട് വരുന്നത്. മാക്സിമിലിയൻ കോൾബെ,
ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ ഗയോണിഷേക്ക് എന്ന് പറയുന്ന മനുഷ്യന് പകരമായിട്ട് ജീവൻ ബലിയർപ്പിച്ച ആ മഹാപുരോഹിതൻ, അതുപോലെ മൊറോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവനർപ്പിച്ച ഫാദർ ഡാമിയൻ, എന്തിനാണ് ലോകം മുഴുവൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന വിൻസെൻ്റ് ഡിപ്പോളിൻ്റെ സ്ഥാപകനായിട്ടുള്ള വിൻസെൻ്റ് ഡിപ്പോൾ, ഇങ്ങനെ ഉള്ള എത്രയോ പേരാണ്, ജോൺ മരിയ വിയാനി ഉൾപ്പെടെയുള്ള വൈദികർ, ശാസ്ത്രരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള വലിയ വൈദികരെ എല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാലം തന്നെ. ഞാൻ ഓർക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തണ്ണീർമുക്കം ബെണ്ടിൻ്റെ ഭാഗത്തൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു വൈദികൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ്. നോക്കുമ്പോൾ അത് വഴിയച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. വഴികളില്ലാത്ത സ്ഥലത്തേക്ക് മുൻകൈ എടുത്ത് വഴിവെട്ടി എത്രയോ റോഡുകൾ ഗവൺമെൻറ്റുകൾ പോലും മടിച്ചു നിൽക്കുന്ന സമയത്തേക്കാണ്. ചില പിന്നോക്ക ജാതിക്കാരുടെയൊക്കെ സ്ഥലങ്ങളിലേക്ക് വഴിവെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. അവരങ്ങനെ ജീവിക്കേണ്ടവരാണെന്ന് കരുതിയിരുന്ന കാലത്ത് അവരിലേക്കൊക്കെ വെളിച്ചവും വെള്ളവും റോഡും ഒക്കെ എത്തിക്കുന്നതിൽ മുമ്പിൽ നിന്നത് ഈ പുരോഹിതന്മാരല്ലേ. അപ്പോൾ ഈ പുരോഹിതന്മാരെ നമ്മൾ ആദരവോടെ കാണേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ പെസഹ തിരുനാളിൽ അത്തരം ചിന്തകളും കൂടി നമ്മുടെ മനസ്സിൽ വരണം. നമ്മുടെ ചാവറയച്ചനെ ഓർത്തു നോക്കൂ. ഇവിടെ താഴ്ന്ന ജാതിക്കാർക്ക് വേഷം ധരിക്കാൻ അവസരമില്ലാതെ മുതിർന്ന ജാതിക്കാരെ നിക്കറൊക്കെ ആയിട്ട് വരുന്ന സമയത്തല്ലേ എല്ലാവരെയും ഒരുമിക്കാൻ യൂണിഫോം ഏർപ്പെടുത്തുന്നത്. അതുപോലെ പിടിയേരി ഉച്ചക്കഞ്ഞി സമ്പ്രദായം ഉച്ചയ്ക്ക് ഏർപ്പെടുത്തുന്നത്, ബോർഡിങ്ങുകൾ, ഇങ്ങനെയൊക്കെ ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന്, അതുപോലെ ലോകമാസകലം എല്ലാ സ്ഥലങ്ങളിലും ഈ സാമൂഹിക മാറ്റത്തിനൊക്കെ മുൻകൈ എടുത്ത ഈ പുരോഹിതന്മാരെ ഓർക്കേണ്ടത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഓരോ റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കും. പക്ഷേ അത് തമ്മിൽ എത്ര വ്യത്യസ്തമാണ്. നമ്മുടെ പുരോഹിതന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പണം പോലും ഇല്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ട് ആളുകളെ സംഘടിപ്പിച്ച് പണമുണ്ടാക്കി സ്കൂളുകളും പള്ളികളും ആതുര സേവനങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആ വൈദികരെ നമ്മൾ ഓർക്കേണ്ടതല്ലേ. നമ്മൾ കൈപ്പമ്പ്ളാക്കൽ അച്ഛനെ പോലെയൊക്കെയുള്ള അച്ഛന്മാരെ നമ്മൾ ഓർക്കേണ്ട ഒരു സമയമാണ്. ഈ പെസഹ ദിനം ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.